ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാളായല്ലേ കണ്ടിട്ട്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ഗ്രീൻ പീസ് കറി വെക്കാവേ. അത് നമ്മൾ കുതിർത്ത ഗ്രീൻ പീസിനകത്തോട്ട് ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു കുറച്ച് സവാളയും കുറച്ച് ഉപ്പും, പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് കുതിർത്തതായതുകൊണ്ട് ഒറ്റ വിസിൽ മതി, വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ കുറേ നാളായല്ലേ കണ്ടിട്ട്, കുറേ നാളായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ അതൊക്കെ വീണ്ടും വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങുവാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അടിപൊളി പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. വെറൈറ്റി വീഡിയോസൊക്കെ ഇടാം. അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് നന്നായിട്ട് വേവിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്നൊരു വെറൈറ്റി കറി വെക്കാം. സാധാരണ വെക്കുന്ന പോലെ നിന്നൊരു വെറൈറ്റി. അപ്പോൾ ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായി വരുമ്പം കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേനും നമുക്ക് സവാള, പച്ചമുളക് രണ്ടും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി കാണുന്ന വീഡിയോസിനകത്തുള്ള സ്ഥലങ്ങളൊക്കെ കുറച്ച് വ്യത്യസ്തമായിരിക്കും. നേരത്തെ ഉള്ള സ്ഥലത്തല്ല ഇപ്പോൾ ഉള്ളത്. സ്ഥലമൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയ കാഴ്ചകൾ നമുക്ക് കാണാം ഇവിടുത്തെ. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സവാള വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി മുമ്പോട്ടും ലോങ് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും, കുക്കിംഗ് വീഡിയോസും ഒക്കെ. അപ്പം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1 ടീസ്പൂൺ ഗാർലിക്കിൻ്റെ പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് ടൊമാറ്റോ ഉണ്ടെങ്കിൽ അതങ്ങനെ അരിഞ്ഞിട്ടാൽ മതി. ടൊമാറ്റോ പ്യൂരി ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടണം. പച്ചമണം എല്ലാം നന്നായിട്ട് മാറി നന്നായി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി. കുരുമുളക് പൊടിയും ഇട്ടതിന് ശേഷം നമ്മൾ മല്ലിപ്പൊടി 1 ടീസ്പൂണ്, മുളക് പൊടി ഒരു 2 ടീസ്പൂൺ ഇട്ടിട്ട് പച്ചമണം മാറുന്നിടം വരെ ഇളക്കി അതിനകത്തോട്ട് നമ്മൾ ഗ്രീൻ പീസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തേക്കുക. അതിന് ശേഷം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ തേങ്ങാപ്പൊടി മേടിച്ച് കലക്കിയ തേങ്ങാപ്പാലാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോൾ അടിപൊളി ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. ചോറിൻ്റെ കൂടെയും കഴിക്കാം. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ടാറ്റാ.